ഒരു ബാർക്കോഴ വിവാദത്തിന്റെ പേരിലാണ് 2015 KM മാണിയുടെ ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുത്താൻ ഇടതുപക്ഷം ശ്രമിച്ചതും സഭയിൽ ബഹളമുണ്ടായതും തല്ലുണ്ടായതും ശിവൻകുട്ടിയുടെ മുണ്ടഴിഞ്ഞതും അദ്ദേഹം മേശയ്ക്ക് മുകളിൽ നിന്ന് അഭ്യാസം കാണിച്ചതും ഒക്കെ നമ്മളത് കണ്ടതാണ്. ഇന്നിതാ വീണ്ടും ഒരു ബാർ കോഴ വിവാദം കൂടി വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പും ഏതാണ്ട് ഒരു വർഷം മുമ്പും മറ്റൊരു വിവാദം വന്നിരുന്നു. ഒരു ബിൽഡിംഗ് ഫണ്ട് ഇതിന്റെ പേരിൽ 2.5 ലക്ഷം രൂപ വീതം 800-ലധികം ബാറുകളിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. ഇത് സർക്കാരിന് കൊടുക്കാനുള്ളതാണെന്നായിരുന്നു ഒരു വിവാദം. അന്നൊരു അനിമോനും കുറെ തൊടുപുഴക്കാരും ഇടുക്കിക്കാരും ഒക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇപ്പോഴിതാ പുതിയ വിവാദം വന്നിരിക്കുന്നു. ബാർ ഉടമകൾക്ക് 2 മണിക്കൂർ അധികം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് ഡ്രൈ ഡേ വരെ ഒഴിവാക്കി കൊടുക്കാം, അപ്പൊ അതിനു വേണ്ടിയാണ് പിരിവ് നടത്തിയത് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും പിരിവ് നടക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എല്ലാ ബാർ ഹോട്ടൽ ഉടമകളും പണം കൊടുക്കും. പണം കൊടുത്താലേ അവരുടെ കാര്യം നടക്കൂ. ഇപ്പോ ഇതുവരെ ബാർ കോഴക്കെതിരായിട്ടൊക്കെ വലിയ നിലപാടെടുത്തിരുന്ന ഇടതുപക്ഷം അവർ അധികാരത്തിൽ വന്ന ഉടനെ നേരെ പ്ലേറ്റ് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പൊ തന്നെ സർക്കാരിന്റെ കണക്കുകൾ തന്നെ പറയുന്നത് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് സംസ്ഥാനത്ത് എത്ര മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നു, അതിന്റെ എത്രയോ ഇരട്ടി മദ്യഷാപ്പുകളാണ്, ബാർ ഹോട്ടലുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് 29 ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോഴത് 884 ഉയർന്നിരിക്കുന്നു. അന്നുണ്ടായ വിവാദം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി അടച്ചുപൂട്ടിയ ബാറുകളൊക്കെ തുറക്കണമെങ്കിൽ കോടികൾ നൽകണം എന്നാവശ്യപ്പെട്ടു. ഇത് പരാതിയുമായിട്ട് വന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ബിജു രമേശാണ്. ബിജു രമേശ് പറയുന്നത് അന്ന് എൻ്റെ കൂടെ ശക്തമായി നിന്ന് പരാതി പിൻവലിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ. പക്ഷെ അവർ അധികാരത്തിൽ വന്ന സമയത്ത് മാണിയെ രക്ഷിക്കാനുള്ള നടപടിയാണ് എടുത്തത്. കാരണം എന്താണ്? മാണി പിന്നീട് ആരുടെ ഭാഗത്തേക്ക് പോയി? മാണി ഇടതുപക്ഷത്തേക്ക് പോയി, അല്ലെങ്കിൽ മാണിയുടെ മകൻ ഇടതുപക്ഷത്തേക്ക് പോയി. അങ്ങനെ ഒരു നിലപാടാണ് അവർ എടുത്തത്. മാണിയാണെങ്കിൽ പറയുന്നത് എന്താണ്? ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള തർക്കത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ താൻ പിന്തുണയ്ക്കാത്തത് കൊണ്ടാണ് തനിക്കെതിരെ വിജിലൻസ് കേസ് എടുത്തത് എന്നാണ് അന്ന് മാണി പറഞ്ഞത്. അത് മാണിയുടെ പിന്നീട് പുസ്തകത്തിലൊക്കെ പുറത്തു വന്ന കാര്യമാണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ തർക്കം ഈ പാർട്ടികളൊക്കെ തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ CPM ആയാലും, അല്ലെങ്കിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷം UDF ആയാലും LDF ആയാലും എല്ലാവരും ഈ ബാറ് കൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ തന്നെ വലിയ കോലാഹലങ്ങളൊന്നും തന്നെ കാണുന്നില്ലല്ലോ. സാധാരണഗതിയിൽ UDF ഏറ്റവും വലിയൊരു വിഷയമാക്കി മാറ്റേണ്ടതായിരുന്നു ഇത്. കാരണം 2 മണിക്കൂറാണ് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം അവരുടെ ഫയലൊക്കെ 48 മണിക്കൂർ 50 മണിക്കൂർ കൊണ്ടാണ് തീരുമാനമെടുത്തത് എന്നാണ് പറയുന്നത്. പക്ഷെ തീരുമാനമെടുത്തിട്ടും ഉത്തരവ് വരാൻ 2 ആഴ്ച പിടിച്ചു. ആ സമയത്ത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നില്ല ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തുന്നു, ബാർ ഹോട്ടലുകളുടെ സമയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇത് അവരുടെ അസോസിയേഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അറിയാത്തത്? മന്ത്രി പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള എക്സൈസ് മന്ത്രി പറയുന്നത് എന്താണ്? മന്ത്രി പറയുന്നത് പ്രതിപക്ഷമൊക്കെ ആയിട്ട് ആലോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ VD സതീശൻ പറഞ്ഞു എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിളിക്കാത്തത് മന്ത്രിയാണെങ്കിലും ബാർ ഹോട്ടൽ ഉടമകൾ വിളിക്കുമെന്ന് ഉറപ്പല്ലേ? കാരണം അവർക്ക് അവരുടെ കാര്യം നടത്താൻ പ്രതിപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭരണകക്ഷിയുടെയും ഒക്കെ ആവശ്യമാണ്, സഹായം ആവശ്യമാണ്. അവരുടെ കയ്യിൽ നിന്ന് എല്ലാവരും പണവും വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ വലിയൊരു ബാർ കോഴ വിവാദം ഇപ്പോ ആർക്കുമില്ലാതെ പോവുകയാണ്. കാരണം എന്താണ്? കാരണം പണമാണ് ഏറ്റവും വലിയ പ്രശ്നം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, എല്ലാവർക്കും പണം വേണം. പണം പിരിച്ചെടുത്തു എന്നുള്ള ഒരുപാട് 2024 ഉണ്ടായിരുന്നു, മുമ്പുണ്ടായിരുന്നു. മുമ്പ് മാണിയുടെ പേരിൽ നേരിട്ട് പരാതിക്കാരൻ ആരോപണം ഉന്നയിച്ചാണ്. പിന്നീട് നമ്മൾ വീഡിയോ ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നു. പിരിക്കാൻ വേണ്ടി പറഞ്ഞു. അത് പിന്നീട് അത് കെട്ടിടത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഏതായാലും അവിടെയൊക്കെ 800 ബാർ ഹോട്ടൽ ഉടമകളുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം വീതം, അപ്പൊ കോടികൾ വരും. അപ്പം അങ്ങനെ പിരിക്കാനായിരുന്നു, അന്ന് പിരിഞ്ഞു കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അന്നത്തെ ഭാരവാഹികൾ പറഞ്ഞത് പൈസ കൊടുക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ലീക്ക് ചെയ്തായിരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് തന്നെ ആയാലും ഇവിടെ പണം പിരിവ് നടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ബാർ ഹോട്ടൽ ഉടമകൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്.
ഇടതുപക്ഷം വന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാറുകളല്ല സ്കൂളുകളാണ് തുറക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ ഏറ്റവും അധികം അവർ 29 ബാറുള്ളത് ഇപ്പൊ ഏതാണ്ട് 884 ബാറ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം 130 ബാറുകളാണ് തുറന്നത്. ഇപ്പൊ നേരത്തെ ഉമ്മൻചാണ്ടി ബാറുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിക്കാനാണ് മാണി കോഴ ചോദിച്ചത് എന്നാണ് ആരോപണം. അപ്പൊ അന്ന് മാണിക്കെതിരെ എന്തൊരു സമരമായിരുന്നു കേരളത്തിലെ LDF നടത്തിയത്. പക്ഷെ പിന്നീട് മാണി അവരുടെ ആളായി മാറി. അപ്പൊ ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം. നമുക്കറിയാം ഇടതുപക്ഷ സർക്കാരും ഇത് തന്നെയാണ് ചെയ്തത്. 2014 അവരെന്താ ചെയ്തത്? 2014 ബാറുകൾ പൂട്ടി. അതിനുശേഷം അവരെന്താ ചെയ്തത്? പൂട്ടിയ ബാറുകൾക്ക് വീണ്ടും കച്ചവടം തുടങ്ങിയ സമയത്ത് അവർക്ക് നികുതി ഇളവ് കൊടുക്കുകയാണ് ചെയ്തത്. ആ നികുതി ഇളവ് എങ്ങനെയാണ് കൊടുത്തത്? അത് 2019-20 ബജറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: സർക്കാർ നയത്തിന്റെ ഭാഗമായി അടച്ചുപൂട്ടുകയും പിന്നീട് ലൈസൻസ് ലഭിക്കുകയും ചെയ്ത ബാർ ഹോട്ടലുകൾക്ക് സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങൾ മൂലം കൃത്യമായ റിട്ടേണുകൾ യഥാസമയം സമർപ്പിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഇപ്പം സോഫ്റ്റ്വെയറിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്, അതായത് ആരാണോ നികുതി കൊടുക്കാത്തത് ആ ആൾക്ക് വേണ്ടി സർക്കാർ സംസാരിക്കുകയാണ്. നികുതി വാങ്ങേണ്ട സർക്കാർ നികുതി വീഴ്ച വരുത്തിയ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇത്തരം കേസുകൾ വ്യാപാരികൾക്ക് അസസ്മെന്റുകളിലൂടെ ചുമത്തപ്പെട്ട നികുതിയും പിഴയും ദുർവഹമാണെന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രസ്തുത കാലഘട്ടത്തിലെ വ്യാപാരത്തിൽ കോമ്പൗണ്ടിംഗ് രീതിയിൽ കണക്കാക്കി നികുതി അടയ്ക്കാനുള്ള അവസരം നൽകും. കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കോമ്പൗണ്ടിംഗ് സംവിധാനത്തിന്റെ എല്ലാ നിബന്ധനകളും ഇവർക്കും ബാധകമായിരിക്കും. ഇപ്രകാരം നികുതി അടയ്ക്കുന്നവർക്ക് പിഴ ഒഴിവാക്കുന്നതിനും ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കാത്ത നികുതി ആയതിനാൽ പലിശയിൽ 50% ഇളവ് അനുവദിക്കുന്നതുമാണ്. എന്തൊരു സൗകര്യങ്ങളാണ് അന്ന് തോമസ് ഐസക് ചെയ്തു കൊടുത്താണ്. 2019-20 ബജറ്റിലുള്ളതാണിത്. ഇതിനുള്ള അപേക്ഷ ജൂലൈ 31 മുമ്പ് സമർപ്പിക്കുകയും ചെയ്യണം. ഒന്നാം ഗഡുവായി നികുതിയുടെ 20% ഒരു മാസത്തിനുള്ളിൽ അടയ്ക്കുകയും ബാക്കി തുക ഡിസംബർ 31 മുമ്പായി 4 ഗഡുക്കളായി അടയ്ക്കുകയും വേണം. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ലാഭം കൊയ്യുന്നത് ബാർ ഹോട്ടൽ ഉടമകളാണ്. നമുക്കറിയാം കേരളത്തിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ വിൽക്കാനുള്ള അധികാരം ബീവറേജസ് കോർപ്പറേഷന് മാത്രമാണ്. അപ്പൊ ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് ആരാണ് മദ്യം വാങ്ങുന്നത്? ബീവറേജസ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങുന്നത് ബാർ ഉടമകളാണ് മേടിക്കുന്നത്. അവർ ഒന്നുകിൽ ബീവറേജ് കോർപ്പറേഷൻ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾക്ക് ചില്ലറയായിട്ടോ വാങ്ങുന്നു. ഇവിടെ നമുക്കറിയാവുന്നത് ഇന്ത്യയിൽ എല്ലാ നിയമവും GSTയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാ പരോക്ഷ നികുതികളും GSTയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പെട്രോളിന് നികുതിയും അതുപോലെ തന്നെ മദ്യത്തിന് നികുതിയും മാത്രമാണ് ഇപ്പോഴും KGSTയിലുള്ളത്. അപ്പൊ ഇവിടെ തന്നെ കേരളത്തിലെ KGST പ്രകാരം ആദ്യത്തെ തവണ മാത്രമേ നികുതി കൊടുക്കേണ്ടത്. KGSTക്ക് ശേഷം വന്ന വാറ്റിലൊക്കെ ഓരോ ഘട്ടത്തിലും നികുതി കൊടുക്കണം. പക്ഷേ KGSTയിൽ ആദ്യത്തെ ഘട്ടത്തിൽ മാത്രമാണ് നികുതി കൊടുക്കേണ്ടത്. അപ്പൊ അതിനർത്ഥം ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങുന്ന, ഒരു കുപ്പിയിൽ മദ്യം വാങ്ങുന്ന ബാർ ഹോട്ടൽ ഉടമകൾ ഒരു കുപ്പി മദ്യം വാങ്ങി ആ ഒരു കുപ്പി മദ്യം 5-8 പെഗുകളായിട്ട് അവർ വിൽക്കുന്നു. കാരണം ബാർ ഹോട്ടലിൽ അവർക്ക് മദ്യം കുപ്പിയിൽ വിൽക്കാനുള്ള അധികാരമില്ല, മദ്യം ലൂസായിട്ട് മാത്രമേ വിൽക്കാനുള്ള അധികാരമുള്ളൂ. പക്ഷെ അവര് ബീവറേജസ് കോർപ്പറേഷൻ തന്നെ 100% നികുതി സർക്കാർ ഈടാക്കിയിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 100%-ൽ കൂടുതൽ. ഇവിടെയോ പിന്നെ അവർ നികുതി കൊടുക്കേണ്ട കാര്യമില്ല. അവർ കൊടുക്കേണ്ടത് ടേൺ ഓവർ ടാക്സ് മാത്രമാണ്. എന്താണ് ഈ ടേൺ ഓവർ ടാക്സ് എന്ന് പറഞ്ഞാൽ? അതായത് ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങുന്ന മദ്യം ആളുകൾക്ക് ഗ്ലാസുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അവരതിന്റെ 3-4 ഇരട്ടി തുകയാണ് ഈടാക്കുന്നത്. ഒടുവിൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ അല്ലെങ്കിൽ ആകെ ടേൺ ഓവറിന്റെ 10% അവർ ടേൺ ഓവർ ടാക്സ് ആയിട്ട് കൊടുക്കും. ഇതൊന്നും അവർ കൃത്യമായിട്ട് നടത്താറില്ല. കാരണം ഇതിനകത്ത് വ്യാപകമായ വെട്ടിപ്പുകളാണ്. അത് എല്ലാവർക്കും അറിയാം. കാരണം ടേൺ ഓവർ ടാക്സ് കൃത്യമായി പിടിക്കണമെങ്കിൽ അവിടെ പരിശോധന നടത്തണം. കേരളത്തിലെ ഒരു ബാർ ഹോട്ടലിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നില്ല. അപ്പോൾ കേരളത്തിലെ സർക്കാർ ബാർ ഉടമകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് ഏത് സർക്കാരായാലും ആരെങ്കിലുമൊക്കെ നടപടിയെടുത്താൽ ആ നടപടി എടുക്കുന്നതിന്റെ ഉദ്ദേശത്തിന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം എന്താണ്? കാരണം KM മാണി പണം ചോദിച്ചു എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് വിജിലൻസ് കേസ് എടുത്തത് അദ്ദേഹത്തിന്. പക്ഷെ ആ കേസ് പിന്നെ പിൻവലിക്കാനാണ്. ആദ്യം കേസ് സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പിന്നെ കേസ് പിൻവലിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ബിജു രമേശ് പറഞ്ഞത്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ ബാർ ഹോട്ടൽ ഉടമകളെ ഭീഷണിപ്പെടുത്താനാണ്. ഭീഷണിപ്പെടുത്തി പണം വാങ്ങാണ് അവർ ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന വലിയ വെല്ലുവിളിയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും UDF ചെയ്യുന്നത്. UDF ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിശക്തമായിട്ട് എതിർക്കേണ്ടത്. പക്ഷെ അവർ അനങ്ങിയിരുന്നില്ല. കാരണം സർക്കാർ ഉത്തരവ് ഇറക്കാൻ, അതായത് ഇപ്പോഴത്തെ ബാർ ഹോട്ടലുകൾക്ക് 2 മണിക്കൂർ കൂടി അവരുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ സമയത്ത് ആ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി ഒപ്പിട്ടതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഉത്തരവിറക്കുന്നത്. അത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു. കാരണം നേരത്തെ
പ്രതിപക്ഷത്തിനൊക്കെ ഈ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ്, അല്ലെങ്കിൽ MP രാജേഷിന് കൊടുത്ത പരാതിയാണ്. ആ നിവേദനം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാക്കളൊക്കെ അറിഞ്ഞിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അനങ്ങാതിരുന്നത്? കാരണം പ്രതിപക്ഷമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിലെ മദ്യ മുക്തമാക്കാനല്ല, മദ്യത്തിൽ മുങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അവർക്കൊക്കെ പണമാണ് വേണ്ടത്.